പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രകൃതി എന്നത് മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഒരു സുന്ദരമായ വാസസ്ഥാനമാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയാണ്. കുന്നുകളും മലകളും പാടങ്ങളും ഒക്കെ നിറഞ്ഞ സുന്ദരമായ പ്രകൃതി. എന്നാൽ ഇന്നിത് മനുഷ്യന്റെ അത്യാഗ്രഹം മൂലമുള്ള കടന്നുകയറ്റം കൊണ്ട് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. മരങ്ങൾ മുറിച്ചു, പാടങ്ങൾ നികത്തി, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വച്ചു, വീടുകൾ നിർമ്മിച്ചു മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭൂമിയിലാകെ മരണാസന്നയായിക്കൊണ്ടിരിക്കുന്നു. ഇതുകണ്ട് ദുഃഖം തോന്നിയാണ് നമ്മുടെ പ്രസിദ്ധ കവി ONV കുറുപ്പ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത രചിച്ചത്. കാലദർശിയായ കവി ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒന്നാണ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഈ സുന്ദരമായ പ്രകൃതിയിലുണ്ട്. ശ്വസിക്കാൻ ആവശ്യമായ വായുവും ശുദ്ധജലവും ഭക്ഷണവും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നു. ഇതെല്ലാം തരുന്ന പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇതിനുവേണ്ടി മനുഷ്യൻ പരിസ്ഥിതിക്ക് ഗുണകരമായ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രം മതി. മാലിന്യങ്ങൾ നല്ല രീതിയിൽ സംസ്കരിച്ചു, മരങ്ങൾ നട്ടുപിടിപ്പിച്ചു, ജലാശയങ്ങൾ മലിനമാക്കാതെയും പരിപാലിക്കുക. അധികം വായുമലിനീകരണം നടത്താതെയും നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാം. നമ്മൾ എല്ലാ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. കാടുകൾ വെട്ടി മുടിക്കരുത്, മലകൾ ഇടിച്ച് നിരത്തരുത്, വയലുകൾ മണ്ണിൽ മൂടരുത്, പുഴകൾ വിഷമയമാക്കരുത് എന്ന കൊച്ചു കവിതയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഭൂമിയിലെ ചൂട് കൂടുന്നത് തടയാനും ശരിയായ കാലാവസ്ഥ ലഭിക്കാനും ശുദ്ധജലം ലഭിക്കാനും നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കും. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത്. ഏവർക്കും പരിസ്ഥിതിയെ സംരക്ഷിക്കുക.